Meet the editors. നിലമ്പൂർ തീവ്രമാകുന്നു എന്നാണ് ചോദ്യം. ഇപ്പോൾ PDP ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിലിപ്പോൾ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുന്നു. LDFനെ കഴിഞ്ഞ വർഷങ്ങളിൽ UDF ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം. എന്നാൽ മറുഭാഗത്ത് അങ്ങനെയല്ല. അവരുമായിട്ടൊരിക്കലും രാഷ്ട്രീയ സഖ്യമുണ്ടായിരുന്നില്ല, പ്രാദേശിക നീക്കുപോക്കുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നതാണ് LDFൻ്റെ വിശദീകരണം. നിലമ്പൂർ തീവ്രമാവുകയാണോ ഈ PDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പേരിൽ? നിലമ്പൂർ തീവ്രമാവുകയാണ്. ഇതിപ്പോൾ PDPയും വെൽഫെയർ പാർട്ടിയും ഞങ്ങൾ ആർക്ക് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആദ്യം CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നേതാക്കളുടെ പ്രതികരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് ഇസ്ലാം രാഷ്ട്രം അല്ലേ, ഇസ്ലാം രാഷ്ട്രമാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം, മതരാഷ്ട്രം. അപ്പോൾ അതാണ് അവരുടെ ഒരു സന്ദേശവും, അതാണ് ഇസ്ലാം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് എന്ന് കരുതുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അതവർ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. പക്ഷേ ഇന്ത്യയിൽ അവർ ആ നിലപാട് എടുത്തിട്ടില്ല. നിലപാട് എടുത്തിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ അമീർ അടക്കം ആ നിലപാടിൽ നിന്നും ഞങ്ങൾക്കിവിടെ അങ്ങനെ ഒരു നിലപാടില്ല എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടണം, കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകണം. അങ്ങനെയൊരു ആശയം ഇവിടെ നടപ്പാകില്ല എന്നും അറിയാം. അപ്പോൾ ആ നിലപാട് ഇവിടെ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ ആശയം വെച്ച് അതുകൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ BJPയുടെ ഭരണഘടന നമുക്ക് നോക്കാം. BJPയുടെ ഭരണഘടന വെബ്സൈറ്റിൽ പറയുന്നത് സോഷ്യലിസത്തിനും മതേതരത്വത്തിനും തുല്യനീതിയിലും അടിയുറച്ചു നിൽക്കുമെന്നാണ് BJPയുടെ ഭരണഘടന. നമുക്ക് രാഷ്ട്രീയമായി അവരെ ആ നിലപാടിലാണോ ഈ രാജ്യം കാണുന്നത്? അല്ല. അപ്പോൾ പറയുന്നതൊന്നാണ്, നടപ്പാക്കുന്ന ഒന്നാണ്. സന്ദേശം, അവരുടെ ആശയം എന്നുള്ളത് നടപ്പാക്കുമ്പോൾ അതല്ല അവരുടെ ആശയം എന്നുള്ളത് നമുക്കറിയാം. ഇനി CPMൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നോക്കൂ. തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കും എന്നുള്ളതാണ് CPMൻ്റെ ലക്ഷ്യം. അതാണ് അവരുടെ ആശയം, അതാണ് അവർ പറയുന്നത്. പക്ഷേ അതിനവർ ശ്രമിക്കുന്നതായി അവരെ നല്ല രീതിയിൽ വിമർശിക്കുന്നവർ പോലും പറയുന്നില്ല. അപ്പോൾ അവരുടെ ആശയം അതാണ്, പക്ഷെ നടപ്പാക്കുന്നത് അതല്ല. അവർ പ്രവർത്തിക്കുന്നതും അതടിസ്ഥാനമാക്കിയിട്ടല്ല. അതൊരു യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഒരു തീവ്ര നിലപാടുള്ള ഒരു സംഘടനയാണ്, തീവ്ര സംഘടനയാണ് എന്ന് പറയുകയും അവരെ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് M സ്വരാജിൻ്റെ മറുപടി, അവരെ തീവ്ര നിലപാടുള്ള ആരും മനുഷ്യരായി പോലും കാണുന്നില്ല. അതായത് ജമാഅത്തെ ഇസ്ലാമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മനുഷ്യരായി പോലും കാണുന്നില്ല, അവരുടെ പിന്തുണ വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യരായി കാണുകയും അവരുടെ പിന്തുണയും നേടിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ മുമ്പും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അന്നും ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അത് 96-ൽ, അന്ന് നരസിംഹറാവുവിൻ്റെ കാലമാണ്. അന്ന് ഈ ക്രിസ്തുമത വിശ്വാസികൾക്കും സഭകൾക്കും അതോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിനും കോൺഗ്രസ് ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പരാതി, അതുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാട്, ആ നിലപാടിൻ്റെ ഭാഗമായി ഇത്തവണ ഞങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതിനെ ശ്ലാഘിച്ചുകൊണ്ട് അവരുടെ വാചകങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പാർട്ടി പത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിലെ വാചകമാണ്. ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന് തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും പുറത്തുവരുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വാചകം. അത് ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ഒരു പ്രതികരണമാണ്. അതുകൂടാതെ തന്നെ എത്ര പ്രതികരണങ്ങൾ നേതാക്കളുടേതായി വിവിധ വർഷങ്ങളിൽ വന്നിരിക്കുന്നു. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നത് എന്ന് പറയുന്നത് 2010-ലാണ്, വെൽഫെയർ പാർട്ടി. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ആ ഒരു നിലപാട് മാറ്റിയത് എന്ന് പറയുന്നതിലും അടിസ്ഥാനമില്ല. കാരണം ഓരോ കാലത്തെയും പ്രതികരണങ്ങൾ ഞാൻ പറയാം. ആദ്യം 2009-ൽ, അതിനു മുമ്പുള്ള കാര്യമാണ്. ശരി, 2009 ഏപ്രിൽ 14-ന് കണ്ണൂരിൽ മീറ്റ് ദ പ്രസ്സിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെപ്പറ്റി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്ന മറുപടിയാണ്: മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ സാർവദേശിക രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ, ഇപ്പോൾ പലസ്തീൻ വിഷയങ്ങളടക്കം ഇതിൽ ഒരേ രീതിയിൽ
ചിന്തിക്കുന്നവരാണ്. CPM-ന്റെ നിലപാടും അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും ഒരുപോലെയാണ്. അമേരിക്കൻ വിരുദ്ധ നിലപാടും ആ കാലത്ത് അങ്ങനെയാണ് അവർ പങ്കുവച്ചിരുന്നത്. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്തിരുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി അവർ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകി. ഇത് പിണറായിയുടെ വാചകങ്ങളാണ് കേട്ടോ. ഇത്തവണ 18 സീറ്റിൽ LDF-നും 2 സീറ്റിൽ UDF-നും പിന്തുണ നൽകാൻ തീരുമാനിച്ചു. ഇത് 2009 ഏപ്രിൽ 15 അദ്ദേഹം പറഞ്ഞതാണ്. ഇനി 2011 P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇടതു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും വിലയിരുത്തിയാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയിട്ടുള്ളതെന്ന് പറയുന്നു. പിന്നെ പിണറായി വിജയൻ പിന്നീട് 2011, അതായത് ഈ പറഞ്ഞ പാർട്ടി രൂപീകരിച്ച ശേഷം 2011 ഏപ്രിൽ 4 പറയുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി മുൻപും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഒരു ചർച്ച നടന്നതിനെതിരെയുള്ള വിമർശനം വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇടക്കാലത്ത് ബന്ധം മോശമായതിനാൽ മുടങ്ങിയിരുന്നു. ജമാഅത്തുമായി പാർട്ടി രഹസ്യ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്. മുഖ്യമന്ത്രിയെ ചെന്ന് കാണുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഓരോ കാലത്തും ഇടതുപക്ഷ മുന്നണിയിലെ മൊത്തമായി പിന്തുണച്ച 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകിയവരിൽ പ്രമുഖർ, അതും ഇവർ പറയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ, VS, PK ശ്രീമതി, P. ജയരാജൻ, അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പിന്തുണച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി പാലോളിയുടെ വാചകം ഞാൻ പറയാം. അദ്ദേഹം പറയുന്നത് 2011 ഏപ്രിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPM-ന്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുൻപും പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടരുടെയും നിലപാടുകൾ സമാനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾ എടുക്കുന്ന ഒരേ സമീപനം. അപ്പോൾ ഇത് ഒരു കാലത്ത് ആ പിന്തുണ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നിലമ്പൂരിലേക്ക് നോക്കുകയാണെങ്കിൽ, നിലമ്പൂരിൽ ഈ പറയുന്ന വഴിക്കടവിൽ തന്നെ ഒരു വാർഡിൽ, ആ വാർഡിൽ നാരോക്കാവ് വാർഡിൽ ഈ തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല മുൻപ് അവിടെ LDF ഭരിച്ചിരുന്ന സമയത്ത് വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്. ആ സീറ്റിന്റെ പിന്തുണയിൽ കൂടിയാണ് LDF അവിടെ ഭരിച്ചിട്ടുള്ളത്. LDF മുന്നേ അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അത്തരം സഹകരണം ഉണ്ടാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണയുണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയുണ്ടാകുന്നു. 2019 മുതൽ ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റി UDF-ന് പിന്തുണ നൽകുന്നു. അന്ന് മുതൽ അവർ തീവ്ര സംഘടനയാകുന്നു, വർഗീയ സംഘടനയാകുന്നു. ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ മതേതരം, ഞങ്ങൾക്ക് പിന്തുണ നൽകാത്തപ്പോൾ തീവ്രമെന്ന നിലപാട്. ഇനി PDP-യുമായി ബന്ധപ്പെട്ട് PDP പീഡിത പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. PDP പീഡിത പാർട്ടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് അക്കാര്യത്തിൽ PDP-യുടെ നേതാവ് അബ്ദുൽ നാസർ മാദിനിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിലപാടുണ്ട്. കാരണം അദ്ദേഹം നടത്തിയ തീവ്ര പ്രസംഗങ്ങൾ അതിവിടെ യുവാക്കളെ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം അത് സമ്മതിക്കുകയും പിന്നീട് വന്ന് അദ്ദേഹം കുറ്റബോധത്തോടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം വിചാരണ കൂടാതെ തടവുകാരനായി കഴിയുന്ന കാലം അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള കാര്യത്തിൽ കേരളം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് അബ്ദുൽ നാസർ മദനി എന്ന നേതാവ് യഥാർത്ഥത്തിൽ പീഡിതനാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ PDP എന്ന സംഘടന, PDP എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തീവ്രവാദ വിരുദ്ധ നിലപാടാണോ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ. ഇനിയിപ്പോൾ UDF-മായി ബന്ധപ്പെട്ട് നോക്കാം. ആര്യാടൻ മുഹമ്മദ്, ആര്യാടൻ ഷൗഹത്ത്, PK ഫിറോസ്, ലീഗ് നേതാക്കൾ ഇവരൊക്കെ തന്നെയും ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ സംഘടനയുമായി വരുന്ന ഘട്ടത്തിൽ ലീഗിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലീഗ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. PK ഫിറോസ് പറഞ്ഞിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും എടുത്തിരുന്ന നിലപാടെന്നുള്ളത് പുരോഗമന മുസ്ലിങ്ങൾ എന്നുള്ള നിലപാടാണ്. അപ്പോൾ അതിന് വിരുദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതുകൊണ്ട് ഒരു കാലത്തും സഹകരണം സാധ്യമല്ല എന്ന് നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ പിന്തുണയൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വേദികൾ പങ്കിടുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി. ഈ തരത്തിൽ രാഷ്ട്രീയമായി രണ്ട് കൂട്ടരും കാലാകാലങ്ങളിൽ ഈ പിന്തുണകൾ സ്വീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പല തിരഞ്ഞെടുപ്പുകൾ, ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളും പാലക്കാട് അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പിലായാലും ഈ പിന്തുണയൊക്കെ വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്ത് പോട്ടെ, ആരുടെയും വോട്ട് വേണ്ട എന്ന രൂപത്തിലാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഈ വെൽഫെയർ പാർട്ടി നേതാക്കൾ ഞങ്ങളെ വന്നു കണ്ടിരുന്നുവെന്നും ആ പിന്തുണ സ്വീകരിക്കുകയാണ് എന്ന രൂപത്തിൽ പറയുന്നത് അവരെ രാഷ്ട്രീയ പാർട്ടിയെ കൂടി അംഗീകരിക്കുന്നു. ആ അംഗീകാരം ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു എന്നുള്ളത് കൂടിയാണ്. അതിലെ രാഷ്ട്രീയം എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇനി കിട്ടാനുള്ള സഹകരണം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അപ്പോൾ ആരും മോശമല്ല, എല്ലാവരും പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ തീവ്രത പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ഭൂരിപക്ഷ തീവ്രവാദം പറയുന്നവരുടെ പ്രതികരണങ്ങൾ അവിടെ മങ്ങിപ്പോകുന്നു. അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അത് വിളിച്ചു പറയാൻ ഇവിടുത്തെ ഇടത് വലതു പാർട്ടികൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും CPM നിന്ന് ശക്തമായ പ്രതികരണം വന്നിട്ടില്ല. ഇപ്പുറത്ത് വലിയ തോതിൽ മറ്റ് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം. ഇനിയിപ്പോൾ 8 ദിവസമേ ഉള്ളൂ. ഇനി ഇത് പറഞ്ഞ് ആ വോട്ട്
പൂർണ്ണമായും നമുക്ക് കിട്ടും, മറ്റേത് പോയത് പോയി എന്ന രൂപത്തിൽ പ്രതികരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PDPക്ക് അവിടെയൊന്നും വലിയ വോട്ടില്ല. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും 2000-3000 അകത്തേ വോട്ടുള്ളൂ. SDP-ക്ക് 4000 വരെയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ഒരു സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ കാഴ്ച. നിലമ്പൂർ തീവ്രമാകുന്നു എന്നാണ് ചോദ്യം. ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് പാർട്ടികളെക്കുറിച്ചും, ഒന്ന് PDP എന്ന പാർട്ടിയെക്കുറിച്ചും രണ്ട് വെൽഫെയർ എന്ന പാർട്ടിയെക്കുറിച്ചും, ഈ രണ്ട് പാർട്ടികളും LDFിൻ്റെയും UDFിൻ്റെയും ഭാഗമായി പല കാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചും പറയാനുണ്ട്. അത് ആദ്യം എനിക്ക് പറയേണ്ടത് വെൽഫെയർ പാർട്ടിയെക്കുറിച്ചാണ്. വെൽഫെയർ പാർട്ടി രൂപീകൃതമാകുന്നത് 2010-ലാണെങ്കിലും അതിനു മുമ്പ് തന്നെ ജമാഅത്തെ പല സാഹചര്യങ്ങളിലും പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ജമാഅത്തയുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് ജമാഅത്തെ? ജമാഅത്തെ എന്ന് പറയുന്നത് ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഭാഗമായി മൗദൂദിയൻ ആശയങ്ങളാൽ ആകൃഷ്ടരായി മതരാഷ്ട്രവാദം ഉറപ്പിച്ചു നിർത്തിയ ഒരു പ്രസ്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1985 വരെ ഇന്ത്യയിലെ ഒരു തിരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസികൾ വോട്ട് രേഖപ്പെടുത്താൻ അവരുടെ മതവിശ്വാസം അവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അത് 1985 വരെയുള്ളതാണെന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ നമ്മളുടെ ചാനൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു നേതാവ് ഇപ്പോഴും അത് ശിർക്കാണ്, അതായത് ബഹുദൈവാരാധനയ്ക്ക് തുല്യമാണ് ഏതെങ്കിലും അനിസ്ലാമികമായിട്ടുള്ള അധികാരത്തെ സ്ഥാപിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് മൗദൂദിയൻ മതരാഷ്ട്രവാദം അവസാനിപ്പിച്ചു എന്നവരുടെ അമീർ പറയുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും പറയുന്നത് അത് ശിർക്കാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും ശിർക്കാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗം ജമാഅത്തയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അവർക്ക് ജനാധിപത്യവുമായി എന്ത് ബന്ധമെന്ന ചോദ്യത്തിന് അവർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിനും അപ്പുറത്തേക്കുള്ള മറ്റേത് അധികാര സ്വരൂപങ്ങളെയും നിഷേധിക്കുന്നു. അത് നിഷേധിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ബഹുഭൂരിപക്ഷം സുന്നി വിഭാഗങ്ങളിൽപ്പെട്ടവരും സമസ്തയിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുമായി ആരോഗ്യകരമായ ഒരു അകലം പാലിക്കുന്നത്. എന്താണ് അകലത്തിൻ്റെ കാരണം? മറ്റെല്ലാ സുന്നി വിശ്വാസികളും അതാത് സംവിധാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിൽ നിയമത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക ജീവിത രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മറിച്ചൊരു ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ ഭാഗമായി ഒരു മതരാഷ്ട്രവാദം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ മതരാഷ്ട്രവാദത്തിന് പുറത്തുള്ളതെന്തും ശിർക്കായി കണക്കാക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. ഇതിൽ നിന്ന് എത്ര പിന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും അടിസ്ഥാനമായ ആശയങ്ങളിൽ നിന്ന് മൗദൂദിയൻ സങ്കല്പങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. തെളിവുകൾ പലതാണ്, നമുക്ക് വേണ്ടുന്ന ഘട്ടങ്ങളിൽ ഇത് പറയാം. ഇനി രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പറയാം. 1985 ശേഷമാണ്, അതായത് അവർക്ക് ഈ ശിർക്ക അല്ല എന്നവർ തീരുമാനിച്ചത്, വോട്ട് രേഖപ്പെടുത്തുന്നത് ശിർക്കല്ല എന്ന് തത്വത്തിൽ തീരുമാനിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളുന്നത് 1985 ശേഷം, രാഷ്ട്രീയ സംഘടനയായി രൂപം കൊള്ളുന്നതിന് മുൻപ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് 85 ശേഷമാണ്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് പറയാം. 1987 പ്രബോധനത്തിൽ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രബോധനത്തിൽ ഇങ്ങനെ എഴുതുന്നു, അവർ 1987 അസംബ്ലി പാർലമെൻറ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ആർക്കൊപ്പമായിരുന്നു എന്ന ചോദ്യം. UDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട നരേഷൻ കഴിഞ്ഞ 30 വർഷമായി 1987 മുതൽ 2019 വരെ LDFിനെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നവരാണ് ഈ വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തെ ഇസ്ലാമി എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് ഖണ്ഡിക്കാൻ പറ്റുന്ന ഒരു വാദം പ്രബോധനത്തിൽ തന്നെയുണ്ട്. 1987 ടു കോട്ട് അസംബ്ലി, പാർലമെൻറ്റ്, തദ്ദേശ ഭരണ സമിതികൾ എന്നിവയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജമാഅത്ത് അംഗങ്ങൾ ആദ്യമായി വോട്ട് ചെയ്തു. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയെന്ന ജമാഅത്തിൻ്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല. ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമി 70-80കളിൽ പ്രബോധനത്തിൻ്റെ 50ാം വാർഷിക പതിപ്പിലുള്ള വാചകമാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു പാർട്ടിക്ക് മാത്രമാണ് വോട്ട് കൊടുക്കാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം അന്ന് വെൽഫെയർ പാർട്ടി ഇല്ല 1987. ആ കൊടുക്കാതിരുന്ന പാർട്ടി വിശേഷിപ്പിച്ചത് എന്താണ്? മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുകയുണ്ടായില്ല എന്നാണ് ജമാഅത്തയുടെ തന്നെ പ്രബോധനത്തിൽ പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട തെളിവ്. അപ്പോൾ 1987 ഇടതുപക്ഷത്തിന് ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബാന്ധവം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ CPM തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിയെ ജമാഅത്തെ
ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന 1987 മുതൽ 92 വരെ നഖശികാന്തം എതിർത്തിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ 92 ശേഷം എന്തുകൊണ്ടായിരിക്കും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പോൾ 87 മുതൽ 92 വരെ റദ്ദായിപ്പോയി. ഇനി 92 ശേഷം സംഭവിച്ചത് ഞാൻ പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയെ 2 തവണ മാത്രമാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് 1950-കളിലാണ്, രണ്ടാമത്തത് 1992-ലാണ്. 2 തവണയും ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്ത പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ. രണ്ടാമത്തെ തവണ ബാൻ ചെയ്തത് 1992 UAPA ചുമത്തിയ. എന്താ കാര്യം? ബാബറി മസ്ജിദിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്ത് കഴിയുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം. 92-ലെ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നില്ല. തുടർന്ന് 94 മുതൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്ക് കഴിയില്ല. തങ്ങളെ ബാൻ ചെയ്ത കോൺഗ്രസിന് അങ്ങനെ വോട്ട് ചെയ്യും? അത് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വ്യത്യസ്ത മുന്നണികൾക്ക് അവിടെയാണ് അവർ വീണ്ടും ആ സങ്കല്പം കൊണ്ടുവരുന്നത്. സ്ഥാനാർത്ഥികളുടെ മൂല്യത്തിനനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തുമെന്ന അവസരവാദപരമായ നിലപാടെടുക്കുന്നത് ഈ ബാനിന് ശേഷമാണ്. 94-ന് ശേഷമാണ് ആ നിലപാടെടുക്കുന്നത്. അങ്ങനെ മാറിയും തിരിഞ്ഞും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ LDF-ന് മാത്രമാണോ ജമാഅത്തയുടെ വോട്ട് കിട്ടിയിരിക്കുന്നത്? അല്ല. ജമാഅത്തയുടെ വോട്ട് 2010 വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് വരെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും, തലശ്ശേരിയിൽ വാങ്ങിയിട്ടുണ്ട് UDF, മലപ്പുറത്ത് പലയിടങ്ങളിലും UDF-ന്റെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും UDF-ഉം ലീഗും വാങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടി അഥവാ ജമാഅത്തയും ചേർന്ന് ലീഗിനെ പരാജയപ്പെടുത്താൻ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പ്രാദേശികമായി പല സംവിധാനങ്ങളിലും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും LDF-ഉമായിട്ട് പല പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ആ സഖ്യങ്ങളിൽ പലതും ഒരു പ്രീ ഇലക്ട്രൽ അലയൻസ് ആയിരുന്നില്ല. വഴിക്കടവിൽ നേരത്തെ നരോക്കാവിൽ പറഞ്ഞതുപോലെ അതൊരു പോസ്റ്റ് അലയൻസ് ആയിരുന്നു. അന്ന് നരോക്കാവിൽ മത്സരിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥിയുണ്ട്. ആ സമയത്ത് CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അവിടെ വെൽഫെയർ പാർട്ടിയിലെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതും പിന്നീട് ആ പഞ്ചായത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടുകൂടി LDF നിലനിർത്തുന്നതും. ആ പോയിന്റാണ് ഞാൻ ആവർത്തിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ LDF മാത്രമായിട്ടല്ല നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തുടക്കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രബോധനത്തിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഇനി 2009-ലെ കാര്യം നേരത്തെ സ്മൃതി പറഞ്ഞു. 2010-ൽ അതായത് വെൽഫെയർ പാർട്ടി രൂപീകൃതമാവുന്ന സമയത്ത് എന്താണ് പിണറായി വിജയൻ ഈ ജമാഅത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാചകം? ജമാഅത്തെ ഇസ്ലാമിയും CPM നിലപാടും എന്ന വിഷയത്തെപ്പറ്റി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: കലാപഭൂമികളിൽ വെറുപ്പിൻ്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏതു ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ദൗത്യവും CPM-നുണ്ട് എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി അന്ന് ഈ മൗദൂദിയൻ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇത് 2010-ലാണെന്ന് ഓർമ്മിക്കണം. 2010-ൽ അതായിരുന്നു രാഷ്ട്രീയമായ നിലപാട്. പ്രാദേശികമായി നീങ്ങുന്ന സഖ്യങ്ങളും പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും തമ്മിൽ അന്തരമുണ്ട്. ഇന്നേ വരെ ഏതെങ്കിലും തരത്തിൽ വെൽഫെയർ പാർട്ടിയുമായി ഒരു തുറന്ന സഖ്യത്തിന് CPM തയ്യാറായിരുന്നില്ലെന്ന് മാത്രമല്ല 1987-ലുള്ള അതേ നിലപാടാണ് ആശയപരമായി ഇന്നും ഇടതുമുന്നണി സ്വീകരിക്കുന്നത്. ഞാൻ 2009-ലെ അല്ലേ വായിച്ചത്? ഞാൻ 2010-ലാണ് ഞാൻ വായിച്ചത്. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ മീറ്റിംഗ്, ആ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ മീറ്റിംഗ് ക്യാമറയുടെ മുന്നിലല്ലേ പോയി മീറ്റിംഗ് നടത്തിയത്? എല്ലാ നേതാക്കളും നോക്കൂ, എല്ലാ നേതാക്കളും ഒരു തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും കോയമ്പത്തൂർ ജയിലിൽ മതിരിയെ കാണാൻ പോയില്ലേ? ഉണ്ടിട്ടാണോ പോയത്? ഉണ്ടിട്ടല്ലോ പോയത്. അത് വലിയ വാർത്തയായി മാറിയില്ലേ? അതാണ് പ്രശ്നം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ സ്മൃതി പറഞ്ഞപ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കിയില്ല. ഞാൻ നോക്കൂ, 2010 വരെ ഞാൻ എത്തിയിട്ടുള്ളൂ. ഇനിയുമുണ്ട്. ഇനി CPM-ന്റെ 2010-ന് ശേഷമുള്ള നിലപാടുകൾ കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. ഈ ജമാഅത്തയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായൊരു ബാന്ധവം ഉണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചതായിട്ട് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള രേഖകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തിരഞ്ഞെടുപ്പുകളിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന നീക്കുപോക്കുകളും സഖ്യങ്ങളും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് LDF-ന്റെയും UDF-ന്റെയും ഭാഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി 2010-ലും 2011-ലുമാണല്ലോ സംഭവിച്ചത്. 2010-ൽ കിനാലൂരുമായി ബന്ധപ്പെട്ടൊരു വലിയ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തു. കിനാലൂരിൽ ഈ ജമാഅത്തെ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അടിച്ചത് അന്നത്തെ പോലീസാണ് എന്നല്ലേ നമ്മൾ ചർച്ച ചെയ്തത്? ഇടതുപക്ഷത്തിൻ്റെ പോലീസ് എങ്ങനെയാണ് ഇടതുപക്ഷവുമായി സഖ്യത്തിലുള്ള ജമാഅത്തയുടെ വിശ്വാസികളെ ഈ തല്ലിച്ചതയ്ക്കുക എന്ന് പറയുന്നത് ലോജിക്കലായി നിൽക്കുന്ന ആർഗ്യുമെൻ്റ് ആണോ? അത് കിനാലൂരിലെ ഒരു വിഷയം. അങ്ങനെ
ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആശയപരമായി രാഷ്ട്രീയമായി മൗദൂദിയൻ പ്രസ്ഥാനത്തെ ഇടതുപക്ഷം ഒരിടത്തും ആശയപരമായി അംഗീകരിച്ചിരുന്നതേയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതിൽ ഹമീദ് വാണിമേൽ എന്ന് പറയുന്നൊരു നേതാവുണ്ട്. എന്താ ഈ ഹമീദ് വാണിമേൽ എന്ന് പറയുന്ന നേതാവ് ഒരു തീരുമാനമെടുത്ത് ലീഗിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ലീഗിലേക്ക് പോകുന്നത് ഈ ഒരു ഗത്യന്തരവുമില്ലാതെ ചിലയിടങ്ങളിൽ CPM-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജമാഅത്തെ എടുത്തൊരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഹമീദ് വാണിമേൽ മാറുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഇതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ജമാഅത്തെ എടുത്തിരുന്ന ഒരു പൊതു നിലപാട് എല്ലാ കാലഘട്ടത്തിലും CPM-ന്റെ രാഷ്ട്രീയ ലൈനെതിരായിരുന്നു. CPM ജമാഅത്തേക്കെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ ലൈനാണ് സ്വീകരിച്ചിരുന്നത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ പ്രാദേശികമായ നീക്കുപോക്കുകൾ LDF-ന്റെ ഭാഗത്തും UDF-ന്റെ ഭാഗത്തും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ അബ്ദുള്ള മൗലവി ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? താഗൂദിയൻ പാർട്ടി എന്നാണ്. താഗൂദിയൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ളൊരു പാർട്ടി എന്നാണ് CPM-നെ വിശേഷിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരൊറ്റ പാർട്ടി അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടിയുമായി ആ രീതിയിൽ ആശയപരമായിട്ടുള്ള ഒരു അവിഹിത ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 1987 കാര്യം ഞാൻ പറഞ്ഞു. അതായത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഇന്നുവരെ തിരുത്തിയിട്ടില്ല. ഇന്നുവരെ ആ അമീറിന്റെ വാചകം തിരുത്തിയിട്ടില്ല. അതാണ് പാർട്ടിക്ക്, ജമാഅത്തെ ഇസ്ലാമിക്ക് LDF-നോടും അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും CPM-ന് വെൽഫെയർ പാർട്ടി ആയാലും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള പൊളിറ്റിക്കൽ ലൈൻ അതാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആ സഹകരണം രണ്ട് ഭാഗത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മലപ്പുറത്ത് സഹകരണമില്ലേ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലീഗ് തലശ്ശേരിയിൽ 2 കൗൺസിലർമാരെ ഇതേ UDF-ന്റെ ഭാഗമായിട്ടല്ലേ മത്സരിപ്പിച്ചത്? താങ്കൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പിന്നെ എവിടെയാ ഉള്ളത്? ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലാതെ ഒരു നിമിഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ലാതെ CPM-മായി വെൽഫെയർ പാർട്ടി ഒരു പ്രീ ഇലക്ടറൽ അലയൻസ് ഉണ്ടാക്കിയ ഒരു സാഹചര്യം പറയും. അലയൻസ് അല്ല ഞാൻ പറയുന്നത്. ഇനി വേണ്ട, പോസ്റ്റ് ഇലക്ടറൽ അലയൻസ് ഉണ്ടാക്കിയത് പറയും. ഞാൻ പറയട്ടെ, ഞങ്ങൾ പിന്തുണ കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇതിപ്പോ നോക്കൂ, ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നൊരു കാര്യം വർഗീയ മുന്നണിയായി എന്നുള്ളതാണല്ലോ. മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടി പിന്തുണ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാന്നല്ല, മുന്നണിയുടെ ഭാഗമാക്കുക എന്നല്ല. അതേപോലെ തന്നെയാണ് PDP-യും വോട്ട് ചെയ്യാന്നാണ് പറയുന്നത്. PDP മുന്നണിയല്ല. ഒറ്റ മിനിറ്റ്, താങ്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം പറയുന്നുണ്ട്. 2024 P ജയരാജൻ പറഞ്ഞ ഒറ്റ കാര്യം കൂടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ CPM നിലപാട് അന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചെടുക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചു എന്നതുകൊണ്ട് അവരുടെ മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചു എന്നതിന് അർത്ഥമില്ല. ആയിക്കോട്ടെ, അംഗീകരിക്കുന്നു, അവരുടെ വോട്ട് നേടുന്നു എന്നതുകൊണ്ട് അവരെ അംഗീകരിക്കേണ്ട, അവരെ വോട്ട് വാങ്ങുന്നുണ്ട്. വർത്തമാനകാല വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നിലപാട്. മതരാഷ്ട്രവാദത്തെ ഇവിടെ ആരാണ് അംഗീകരിക്കുന്നത്? മതരാഷ്ട്രവാദം ഇല്ലെന്നാണ് പറഞ്ഞത്. അല്ല പറഞ്ഞത് മതരാഷ്ട്രവാദം അവരിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരിപ്പോൾ കേരളത്തിൽ മതരാഷ്ട്രവാദം ഒന്നും പറയുന്നില്ലല്ലോ എന്നായിരുന്നു വിശ്വസിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദി അല്ല. മതരാഷ്ട്രവാദം ഞങ്ങൾക്കില്ല എന്ന് അമീർ, ഇതായി ഇപ്പോഴുള്ള അമീർ പറഞ്ഞത് കഴിഞ്ഞ വർഷമല്ലേ വാർത്താ അമീറിന്റെ വാക്കുകൾ ലംഘിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റും പ്രസംഗമല്ലേ നമ്മൾ കൊടുത്തത്? നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിൽ ആ പ്രസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാൾ പറയുകയാണ് മൗദൂദിയൻ ആശയം ഞങ്ങൾ കൈവിട്ടിട്ടില്ല. മൗദൂദിയൻ ആശയങ്ങൾ കൈവിട്ടിട്ടുള്ളതെന്ന് ജമാഅത്തിലെ ഏത് നേതാവാണ് പരസ്യമായി പറഞ്ഞ് അംഗീകരിച്ചിട്ടുള്ളത്? എനിക്ക് മനസ്സിലാവുന്നത് താങ്കളുടെ തർക്കം ഏതിലാണ്. മേടിച്ചിട്ടുണ്ട്, ഇവിടെ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട്, CPM മേടിക്കുന്ന ഘട്ടത്തിൽ മതരാഷ്ട്രവാദം ഇല്ല എന്ന്. മതരാഷ്ട്രവാദികളാണ് CPM എന്ന നിലപാട് CPM എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന നിലപാട് CPM എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ CPM-നെ തഗൂദിയൻ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇന്നുവരെ ആ പാർട്ടി സ്വീകരിച്ചിട്ട് നിലപാടെന്താ? കോൺഗ്രസിന്റെ നിലപാടെന്താ? അതെനിക്ക് അറിയേണ്ടത്. ഇതൊരു മതരാഷ്ട്രവാദ പാർട്ടിയാണെന്ന നിലപാട് കോൺഗ്രസിനുണ്ട്. ഇന്നും ചോദിക്കൂ, CPM-ലെ നേതാവ് പറയും അതൊരു മതരാഷ്ട്രവാദ നിലപാടാണ്. 2010 ചോദിക്കൂ CPM-ന്റെ നിലപാട്, 2014 ചോദിക്കൂ CPM-ന്റെ നിലപാട്, 1987 ചോദിക്കുന്നു. CPM-ന് അന്നും ഇന്നും മൗദൂദിയൻ പാർട്ടിയെ കുറിച്ച് ഒറ്റ നിലപാടേ ഉള്ളൂ. മാറ്റമുണ്ടെന്ന് കാണിച്ചു. 2010 CPM നേതാക്കൾ പറഞ്ഞ ഒരു വാചകം എടുത്ത് കാണിച്ചു. അത് ഏതാണ്? എല്ലാ വാചകവും ഞാനതിൽ പിണറായി വിജയൻ സ്റ്റേറ്റ്മെന്റ്, പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഖംമൂടിയെ തുറന്നു കാണിക്കണം എന്നാണ്. ഇന്ന് പറഞ്ഞെന്താ? വർഗീയ പാർട്ടിയാണെന്ന നിലപാടാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ UDF പ്രചരിപ്പിക്കാൻ ശ്രമിച്ചൊരു ആശയമുണ്ട്. എന്താണ്? ഒരു ഭാഗത്ത് നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും PDP-യും കൂടി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. അങ്ങനെ കൂട്ടിക്കെട്ടൽ സാധ്യമാണ്. ഈ UDF-ന്റെ ഭാഗമായിട്ടല്ലേ 2001 2 മണ്ഡലങ്ങളിൽ ഈ PDP പ്രവർത്തിച്ചത്? ഈ PDP 2 ഇടങ്ങളിൽ മത്സരിച്ചിട്ടില്ലേ? കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടില്ലേ?
അതേപോലെ കുന്നമംഗലത്ത് മത്സരിച്ചിട്ടില്ലേ? ഈ രണ്ടിടത്തും മത്സരിച്ചത് അന്ന് UDF-ന്റെ ഭാഗമായിട്ട് PDP ആണ് മത്സരിക്കുന്നത്. 2 സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഈ PDP ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? എന്തത്? PDP-യും വെൽഫെയർ പാർട്ടി, PDP നിങ്ങൾക്ക് സഹകരിപ്പിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിപ്പിക്കാൻ പറ്റില്ല. വ്യക്തമായ കാരണമുണ്ട്. PDP-യെ കുറിച്ച് പാർട്ടിക്ക് അന്നും ഇന്നുമുള്ള നിലപാട് അത് സാമൂഹിക നീതിയും രാഷ്ട്രീയ നീതിയും നിഷേധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് PDP എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താ? തീവ്രവാദത്തിന്റെ അംബാസഡറാണ്. ആര് പറഞ്ഞു? അബ്ദുൽ നാസർ മദനി. ആര് പറഞ്ഞു? പി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാർട്ടി എൻഡോൺ ചെയ്തോ? പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പാർട്ടി അംഗീകരിച്ചോ? അല്ല, പാർട്ടി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിണറായി വിജയൻ മാത്രമാണ് പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിലെ ഏതോ ഒരു നേതാവ് പറയുന്നതാണ്. എന്താണിത്? പാർട്ടിയുടെ ആ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലാത്ത ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ വാക്കുകളെ എൻഡോഴ്സ് ചെയ്തു? ഇല്ലല്ലോ. അത് തിരുത്തുകയാണ് പറഞ്ഞത്. അതിന്റെ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുമുണ്ട് ഈ വിഷയത്തിലടക്കം എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നിൽക്കല്ലേ ഒരു നിമിഷം, അതിൽ നിൽക്കല്ലേ ഞാൻ ഈ പറയുന്നത് കേൾക്കൂ. PDP-യുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്നൊരു നിലപാട് CPM ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ശരിയാണ്, പല പ്രകോപനപരമായ പ്രസംഗങ്ങളുണ്ട്. ഈ പ്രകോപനപരമായ പ്രസംഗങ്ങളുടെ പേരിൽ കേസെടുത്തത് ആരാ? UDF ആണ് കേസെടുത്തിരിക്കുന്നത്. ഈ UDF എടുത്തിരിക്കുന്ന കേസുകളുടെ പുറത്തല്ലേ പല സെഷൻസ് കോടതികളിലും വിചാരണ നടന്ന് ഏതെങ്കിലും ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ PDP-യുമായി ബന്ധപ്പെട്ട്, അതാണ് എനിക്ക് പ്രേക്ഷകരോടും ഒപ്പം തന്നെ സുജയ പാർവതിയോടും ഒപ്പം സ്മൃതിയോടും ആന്റോഗസ്റ്റോടും ചോദിക്കാനുള്ളത്. PDP-ക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ 302-ന്റെ പേരിൽ ഒരു കേസ് ഈ കേരളത്തിലോ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിട്ടിട്ടുണ്ടോ? അല്ലല്ല, ഒരൊറ്റ മിനിറ്റ്. ഞാൻ ഈ അബ്ദുൽ നാസർ മദനിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ള ആളാണ്. ഞാൻ അബ്ദുൽ നാസർ മദനിക്കെതിരാണെന്നും പറയണല്ല. തീവ്ര നിലപാട് അന്ന് ഇവിടെ നായനാരാണ് പിടിച്ചു കൊടുക്കുന്നതെന്നേ. നയനാര് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വാദം നീണ്ടുപോകുന്നു. നയനാര് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നയനാര് പിടിച്ചു കൊടുക്കുന്നത് ഏത് സാഹചര്യത്തിലാ? ആര് പറഞ്ഞിട്ടാ നയനാര് പിടിച്ചു കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പിടിച്ചു കൊടുക്കേണ്ടി വന്നത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് കേരള പോലീസാണോ അന്വേഷിച്ചത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് അന്വേഷിച്ചത് തമിഴ്നാട് പോലീസ്. അന്ന് തമിഴ്നാട് പോലീസ് ആവശ്യപ്പെട്ട സമയത്ത് ബാന്ധവമുണ്ടായിരുന്ന CPM കേരള പോലീസിനെ വിടാതെ അറസ്റ്റ് ചെയ്യാതെ മദനിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത്? നിയമത്തിന്റെ വഴിക്ക് പോകും. കൃത്യമായി പോലീസ് അനവാർശേരിയിലെത്തി പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മളല്ലേ സംപ്രേഷണം ചെയ്തത്? CPM ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച മദനിയോട് ചെയ്തു എന്ന നിലപാടിനുള്ള ഏറ്റവും വലിയ തടസ്സമല്ലേ ഈ പറയുന്ന കാഴ്ച? അപ്പോൾ അതും അവിടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ നിമിഷം വരെയും 302 എടുത്തിട്ടില്ല. അതിനുശേഷം 9.5 വർഷക്കാലമാണ് ഒരു തരത്തിലുള്ള വിചാരണയും ഇല്ലാതെ ഒരു തരത്തിലുള്ള ശിക്ഷയുമില്ലാതെ ഈ മദനിയെ ജയിലിൽ പാർപ്പിച്ചത്. ഈ നിമിഷം വരെയും ഈ മദനിക്കെതിരെ അതുമായി ബന്ധപ്പെട്ട 8 പ്രധാനപ്പെട്ട ചാർജ് ഷീറ്റുകൾക്കും അപ്പുറത്തേക്ക് ഒരു കേസും അവിടെ ഇല്ല. ഒരു സാക്ഷി തെളിവ് പോലും ഇന്ന് നിലനിൽക്കുന്ന സാക്ഷി തെളിവില്ല. രണ്ടാമത്തേത് ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസാണ്. ആ കേസിൽ ഏത് തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്? അപ്പോൾ സാമൂഹിക നീതിയും രാഷ്ട്രീയ നീതിയും നിഷേധിക്കപ്പെട്ട PDP-യെയും മതരാഷ്ട്രവാദത്തെ പിന്തുടരുന്ന ജമാഅത്തെയും ഒരേ നുഖത്തിൽ കെട്ടാൻ കഴിയില്ല എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത്, ജമാഅത്തെയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആശയം CPM 1987 എങ്ങനെ എടുത്തോ അതേ നിലപാടിൽ തന്നെയാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതിൽ അവസരവാദപരമായ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ളത് മൂന്നാമത്തെ വാദം. അതിൻ്റെ പേരിൽ UDF തേടുന്ന വോട്ടുകൾ അത് UDF-നുള്ള അവകാശമാണ്. UDF-ന് ആരുമായിട്ടും സഖ്യം ചേരാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഏതെങ്കിലും അവസരവാദപരമായ ഇരട്ടത്താപ്പ് LDF മാത്രമാണ് കാണിച്ചതെന്ന വാദം നിലനിൽക്കില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നായനാർ അത് കഴിഞ്ഞ ശേഷം ഈ സർക്കാരിന്റെ നേട്ടങ്ങളുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന കോയമ്പത്തൂർ സ്ഫോടനം, തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മദനി അടക്കമുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങൾ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ ഉള്ളിലേ നുള്ളാൻ കഴിഞ്ഞത് എന്ന ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുന്നു. പിടിച്ചു കൊടുത്തതിൽ ആ നിലവിലിരിക്കുന്ന ഒരു കേസിന്റെ തുടക്കത്തിൽ ആ കേസിലെ തെളിവുകൾ കോടതി പോലീസ് സൂചിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ് പിടിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ PDP-യുമായി ആ രീതിയിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ചെയ്തിട്ടില്ല എന്നതാണ് പറഞ്ഞു വന്നത്. ആ വാദത്തെ സെൽഫ് ഡിഫൻസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഗോൾ ആയിട്ടാണ് ഇപ്പോൾ സ്മൃതി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല എങ്ങനെയാണ് ഇ കെ നയനാർ എന്ത് ചെയ്യണമായിരുന്നു? ഇ കെ നയനാർ ആ സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? തമിഴ്നാട് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു പ്രതിയെ കേരള പോലീസ് എന്ത് ചെയ്യണമായിരുന്നു? കേരള പോലീസ് പിടിച്ചു കൊടുക്കും. അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, പിടിച്ചു കൊടുത്തോട്ടെ. പക്ഷെ അതൊരു വലിയ നേട്ടമാണ്. കാര്യം എന്താ? സാമൂഹിക സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് 302 ഇല്ലാതെ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാതെ ഇന്നേ വരെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നിലവിൽ PDP എന്ന് പറയുന്ന പാർട്ടിയാണ്. തെളിവുണ്ടെങ്കിൽ നമുക്ക് പറയാം, ചർച്ച ചെയ്യാം. ഞാനിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് 1941 ലാഹോറിൽ
ഈ അബ്ദുൾ അല്ല മൗദൂദി ആണ് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ശ്രീലങ്ക, ഈ 3 രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ഈ മൗദൂദി ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ശ്രമിക്കുകയും ആൾക്കാരെ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആശയം എന്ന് പറയുന്നത് എന്താ പറയുക, ദൈവിക ഭരണമാണ്. ദൈവികമായി ഭരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പറയുന്ന ആശയത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദൈവിക ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭരിക്കുന്ന സമയത്ത് ജനാധിപത്യം എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ ഇല്ല. ഇലക്ഷൻ എന്ന് പറയുന്നൊരു സംവിധാനമില്ല. നിങ്ങൾക്ക് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ലല്ലോ. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ചില ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. ഈ പറയുന്ന മതരാഷ്ട്രം വേണമെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ വാദിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ചിട്ട് വലിയ രീതിയിൽ ഭീകരപ്രവർത്തനങ്ങൾ കൂട്ടുവെക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, മതരാഷ്ട്രമാണ്. അപ്പോൾ ആ മതരാഷ്ട്രത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള സമയമായിട്ടില്ല എന്നും ആ മതരാഷ്ട്രത്തിൻ്റെ സമയമാകുന്ന സമയത്ത് ഇവർ ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടാൽ മതി എന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ ഇവരെല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മതരാഷ്ട്രം വേണ്ട എന്നുള്ളൊരു അടിസ്ഥാനത്തിലുള്ളവരെ അല്ല ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി നിന്നാലും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും കുഴപ്പമില്ല, ഇടതുപക്ഷത്തിനായാലും LDFൻ്റെ ഭാഗത്താണ്, UDFൻ്റെ ഭാഗത്താണ്, ഏത് ഭാഗത്തായി നിന്നാലും കുഴപ്പമില്ല, അതൊരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലത്ത് ഭീകരവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൊതുവായി ജനങ്ങളെല്ലാവരും ഇതുപോലെയുള്ള പാർട്ടികളെ കൊണ്ട് ഇപ്പോൾ SDPIനെ എന്തിനാണ് ഈ LDF UDF വേണ്ട എന്ന് പറയുന്നത്, UDF വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ, LDF ഇടതുപക്ഷം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അവരൊരു ഭാവിയിൽ രാഷ്ട്രീയമായി രാജ്യത്തിന് ദോഷമുണ്ടാകുന്ന രീതിയിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് മാറിയാലോ എന്ന് വഴിതിരിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മതരാഷ്ട്രം വേണമെന്ന് പറയുന്ന ഒരു പാർട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കണക്കാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അതിനോട് ഒരു ഘട്ടത്തിലും അനുകൂലിക്കത്തില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിലമ്പൂരിലേക്ക് വരാം. ഈ നിലമ്പൂരിൽ ഈ തീവ്രമാകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആകുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുക? എന്താണ് ഇപ്പോൾ നിലമ്പൂർ സംഭവിക്കുന്നത്? 40% മുസ്ലിം പോപ്പുലേഷനുള്ള നിലമ്പൂരിൽ എങ്ങനെ മുസ്ലിം വോട്ടുകളെ മൊത്തത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന സംവിധാനം. അവരെ സംബന്ധിച്ചിടത്തോളം SDPIൻ്റെ വോട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. SDPIൻ്റെ വോട്ട് വേണ്ടാന്ന് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? SDPIൻ്റെ വോട്ട് വേണമെന്നുള്ളതല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ സ്ഥാനാർത്ഥിയുണ്ട്, SDPI സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പം സ്ഥാനാർത്ഥി അവിടെയുണ്ട്. അപ്പോൾ നിലമ്പൂരിൽ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ SDPIൻ്റെ സ്ഥാനാർത്ഥി വലിയ വർക്കൊന്നും നടത്തുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം SDPI അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വർക്ക് നടത്തുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? പാലക്കാട് നമ്മൾ പോയി ചോദിച്ചല്ലോ, കോൺഗ്രസിനോട് UDFിനോട് ചോദിച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ SDPIനെ പിന്തുണയ്ക്കുന്നുണ്ടോ, SDPIൻ്റെ വോട്ട് വേണമെന്നുണ്ടോ? എത്ര വൈദിധ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത്. ആ വാക്കിന് ഇതുവരെ 1, 2, 3 പ്രാവശ്യമല്ല അവരെന്ത് ചെയ്തു, SDPIൻ്റെ വോട്ട് വേണ്ട എന്നുള്ള കാര്യം മിണ്ടിയിട്ടില്ല എന്നുള്ളതല്ല, ആ വോട്ട് അവർ ജയിച്ചതിന് ശേഷം SDPI ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിവാദ്യം അർപ്പിച്ച് പ്രകടനം നടത്തി, അതുപോലും തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെയുള്ള പാർട്ടികൾ അതിനകത്ത് വർഗീയ കക്ഷിയുണ്ടോ, വർഗീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും നോക്കുന്നില്ല. അവിടുത്തെ 40% വരുന്ന മുസ്ലിങ്ങളിൽ ഒരു വോട്ട് പോലും കൊഴിഞ്ഞു പോകരുതെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ SDPIനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ PDPയായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഈ PDPയായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കോൺഗ്രസിന് ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കാരണം പറഞ്ഞാൽ പറ്റില്ല? ഈ PDPക്ക് 2 സീറ്റ് കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. UDF 2 സീറ്റ് കൊടുത്തിട്ടുണ്ട് PDPക്ക്. അങ്ങനെ 2 സീറ്റ് കൊടുത്ത PDPക്ക് ഇപ്പോൾ LDF കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും മറുപടി പറയാൻ പറ്റുക ഒരക്ഷരം? അല്ലെങ്കിൽ ഈ PDP ആയിട്ട് ഈ പറയുന്ന കോൺഗ്രസിന് UDFിന് ഒരു ബന്ധവും ഇല്ലായിരുന്നെങ്കിൽ പറയാമായിരുന്നു, നിങ്ങൾ ഞങ്ങളൊരു വർഗീയ പാർട്ടിയായി PDPനെ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ LDF അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും പറയാം. ഇപ്പോൾ അത് പറയാനുള്ള അധികാരമില്ല, കാരണം അവർ സീറ്റ് കൊടുത്ത പാർട്ടിയാണ് PDP എന്ന് പറയുന്നത്. അപ്പോൾ അതിനിവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള. പക്ഷേ SDPI അങ്ങനെയല്ല, SDPIയും ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. 2 പാർട്ടിക്കും ഇവിടെ ആരും സീറ്റ് കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല, ഈ പറഞ്ഞ സംവിധാനം കണ്ടില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ആര്യാടോ ഷൗക്കത്ത് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അതിനുവേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ യോഗങ്ങളിൽ പ്രവർത്തിക്കുന്നു, അവരുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് സ്വീകാര്യമാണ്. അതനുസരിച്ച് ഇന്ന് VD സതീശൻ പറഞ്ഞൊരു ഭാഗത്തുണ്ട്, ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തി എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. 2, ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് മാറി എന്നാണ് പറയുന്നത്, ഘട്ടമായി ഒരുപാട് മാറിയതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ ISഉം നമ്മുടെ ഈ ഇന്ത്യ മുജാഹിദൊക്കെ ഘട്ടമായിട്ട് മാറിയിട്ട് വന്നാൽ കോൺഗ്രസ് എടുക്കുമോ?
ഘട്ടഘട്ടമായി മാറിയത്. അവർ ഇപ്പോൾ അവർ തീവ്രവാദവും കൊല്ലലും പിടുത്തമൊക്കെയാണ്. അപ്പം അത് ഒരു ഘട്ടം ഘട്ടമായി മാറിയത് നിലപാട് മാറ്റി വന്ന കോൺഗ്രസ് എടുക്കുമോ? എന്തൊരു പിന്നെ ഔചിത്യമില്ലാത്ത സാർ. ഞാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അറിയാം. നിരോധിക്കപ്പെട്ട സംഘടനകളോ സംസാരിക്കുന്നത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. നിരോധിച്ച സംഘടനയാണ്. നിരോധിച്ച സംഘടന ഞാൻ പറയുന്നത് ഇസ്ലാമിയെ 2 തവണ നിരോധിച്ചത് RSS നിരോധിച്ചൊന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മിനിറ്റ് കോൺഗ്രസ് തന്നെ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തെളിച്ച് പറഞ്ഞാൽ മതി. SDP വോട്ട് ഞങ്ങൾ മേടിക്കും എന്ന് പറഞ്ഞാൽ മതി. ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് മേടിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ വർഗീയ ഭാഷകൾ എന്ന് പറഞ്ഞാൽ വേർതിരിവൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്നു പറഞ്ഞാൽ മതി. പ്രശ്നം തീർന്നു. അത് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഇവിടെ സംബന്ധിച്ച പ്രശ്നമുള്ളൂ. ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ IS ഞങ്ങൾ ഘട്ടഘട്ടമായി ഞങ്ങൾ നന്നാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എടുക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അതിന് പറഞ്ഞാൽ ഇതിന് ഉത്തരവായി. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഉത്തരവ് മാനസാന്തരപ്പെട്ട് വരുന്നവർക്ക് ആരെങ്കിലും വേണ്ടേ? അല്ല, വേണം. മാനസാന്തരപ്പെട്ടവർക്ക് വേണം. അത് കോൺഗ്രസ് തന്നെ വേണം താനും. അതില്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം അവിടെ ജയിക്കണമല്ലോ, നിലമ്പൂർ ജയിക്കണമല്ലോ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിലും കുഴപ്പമില്ല, SDP ആയാലും കുഴപ്പമില്ല, ഇനി വെൽഫെയർ പാർട്ടി ആയാലും കുഴപ്പമില്ല, ഈ പറഞ്ഞ PDP ആയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ജയിക്കണം. അവിടെ എന്താണ് അവിടെയുള്ളത് 40% മുസ്ലിം ഭൂരിപക്ഷമാണ്. അതിൽ ഒരു വോട്ട് പോലും ചോരാൻ പാടില്ല. വോട്ട് മുഴുവൻ വേണം. അത് വർഗീയവാദി ആയാലും കുഴപ്പമില്ല, വർഗീയവാദി അല്ലെങ്കിലും കുഴപ്പമില്ല. അത് നിലപാടെടുത്താൽ അത് പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ടില്ല പാലക്കാട്. ഈ ഇലക്ഷനിൽ ജയിച്ച് വന്ന 17,000 വോട്ടിലധികം ജയിച്ച് വന്ന സ്ഥലത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. PDP അവിടെ SDP അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി കോൺഗ്രസ് പറഞ്ഞാൽ ആ പറയുന്ന പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഇതിലത് ഒരു കാര്യം ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ? വർഗീയവാദികളുടെ ഓരോ വോട്ട് പോലും വേണ്ട, വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഒരു വോട്ട് വേണ്ടല്ല. അത് ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ വർഗീയവാദിയായി ഞങ്ങൾ കണക്കാക്കുന്നു പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ട് അവിടെ. അതാരാണ്? അത് സ്വരാജാണ്. വേറൊരു സ്ഥാനാർത്ഥിയും പറയുന്നത് ഞാൻ അവിടെ കേട്ടിട്ടില്ല. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞ ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സ്വരാജാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തോക്കുകയാണെങ്കിൽ തോറ്റോടെ. ഇന്ത്യയിൽ കേരളത്തിൽ തോക്കാത്ത അവസ്ഥയിൽ നിന്നൊക്കെ എല്ലാ സ്ഥാനാർത്ഥിയും ജയിച്ചിട്ടുണ്ടോ? 8 സ്ഥാനാർത്ഥി 7 സ്ഥാനാർത്ഥിയാണ് നിലമ്പൂർ മത്സരം. 8 പേരും ജയിക്കുന്നില്ലല്ലോ, ഒരാളെ ജയിക്കുള്ളൂ. ഇങ്ങനെ നിലപാട് സ്വീകരിച്ച് പോയിട്ട് ഈസിയായിട്ട് ജയിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു നിലപാട് സ്വീകരിച്ച് പോകുന്നുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു കക്ഷിയുടെ കൂട്ട് വേണം. അപ്പോൾ ആ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് ഇപ്പം എന്താ നിയമസഭയിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഓരോ ചെറിയ സ്ഥലങ്ങളിൽ ഇൻട്രോഡ് ഉണ്ടാക്കും. ആ ഇൻട്രോഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് പഞ്ചായത്ത് പിടിച്ചെടുക്കുക, മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കുക, അങ്ങനെ നിയമസഭയിലേക്ക് ശക്തി കളിക്കുക, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുക. അതിന് ആരുടെ സപ്പോർട്ട് വേണം? അതിന് സപ്പോർട്ട് വേണ്ടതെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDFിൻ്റെയാണ്. എനിക്കിതിനകത്ത് പറയേണ്ട കാര്യം, ഞാൻ ഈ കോൺഗ്രസിനെ വിട്ടു. ഈ കാര്യത്തിലൊന്നും നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റില്ല. ഘട്ടം ഘട്ടമായിട്ട് എന്താണ് നിലപാട് സ്വീകരിച്ച് വന്ന തീവ്രവാദ സംഘടന എടുക്കാമെന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ കോൺഗ്രസിൽ വേറെ UDFിൽ വേറെ ഘടകകക്ഷിയിലുണ്ട്. കേരള കോൺഗ്രസ് ഉണ്ട്, അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. കാരണം മുസ്ലിം ലീഗ് ഈ ജമാഅത്ത് ഇസ്ലാമിനോട് എടുക്കുന്ന നിലപാട് എന്താണ്? അതുപോലെ കേരള കോൺഗ്രസ് ഈ ജമാഅത്ത് ഇസ്ലാമിനോടും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയോടും എടുക്കുന്ന നിലപാട് എന്താണ്? ഇതൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് UDFിൻ്റെ ഇതൊരു എന്താണ് ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഭരിക്കുന്നത് UDFും LDFും ആണ്. ഈ UDFിൻ്റെ ഭാഗമായിട്ട് UDFിൻ്റെ ഒറ്റക്കെട്ടായ സ്ഥാനാർത്ഥിയാണ് ആര്? ഈ പറയുന്ന ആര്യാട ഷൗക്കത്ത്. കോൺഗ്രസിൻ്റെ മാത്രമല്ല. അപ്പോൾ ആ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സംവിധാനം. അപ്പോൾ അതിൻ്റെ UDFിൻ്റെ ഭാഗമാണ്, കേരള കോൺഗ്രസിൻ്റെ ഭാഗമാണ്, ഈ പറയുന്ന എന്താണ് CMPയുടെ ഭാഗമാണ്, അതാണ് ഷിബു ജോണിൻ്റെ പാർട്ടിയുടെ ഭാഗമാണ്. ഇതെല്ലാം ഭാഗമാണ്. ഇവരുടെ എല്ലാ അഭിപ്രായം ഇത് തന്നെയാണോ എന്നറിഞ്ഞാൽ നമുക്ക് ഏകദേശം UDFിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലമ്പൂർ സിസ്റ്റം. ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിൽ ഇപ്പോൾ എന്താണ് ഇത്രയേ ഉള്ളൂ. എന്താ അറിയോ? കോൺഗ്രസ്സിന് അധികാരം കിട്ടാൻ ഏത് നിലയിലേക്കും പോകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഇതിൽ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുക. അതുകൊണ്ടാണല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. ഇപ്പം എന്ത് SDP കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അവരെന്താ വിചാരിക്കുന്നത്? ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് SDP ഓട്ടാണോ എന്താണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ടാണോ കോൺഗ്രസിൻ്റെ വോട്ടാണോ ചോദ്യമില്ല. ആകെ ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങൾ പാലക്കാട് 10,000 വോട്ടിന് ജയിച്ചില്ലേ എന്നുള്ളതാണ്. അതേ ശൈലിയിലേക്കാണ് നിലമ്പൂർ വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് എവിടെ വോട്ട് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ ജയിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ശൈലിയെങ്കിൽ അതിന് നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ കോൺഗ്രസ് ഏത് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ അവരെ ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീവ്രമാവുകയാണ് തീവ്ര നിലപാടുകൾ. തീവ്ര നിലപാടുള്ള സംഘടനകളുടെ പിന്തുണ ഒരു നാണവുമില്ലാതെ വാങ്ങുന്ന 2 മുന്നണികൾ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDFും LDFും അത് ഇന്ത്യ എന്ന് പറയുന്ന INDIA എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമാണ് എന്നത് കൃത്യമായി നിലമ്പൂരിൽ തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതവർ തുടരുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രത അളക്കുന്നത് മാത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ലെസർ ഈവിൾ ആരാണ് എന്നതാണ് PDPയെക്കുറിച്ചും വെൽഫെയർ പാർട്ടി എന്ന ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലെസർ ഈവിൾ എന്താണ് എന്നത്. അപ്പോൾ ഒരേ മുന്നണിയിൽ നിന്ന് തന്നെയുള്ള വിവിധ അഭിപ്രായങ്ങൾ വിവിധ നേതാക്കൾ നടത്തിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2013
2014 ജനുവരി 18 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിശേഷിപ്പിക്കുന്നത് ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്നാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ, ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ അവസാനത്തെ സർക്കാരായിരുന്നല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ. ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആ അവസാനത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞ ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടന എന്ന അതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. ആ സത്യവാങ്മൂലത്തിന്റെ വിശദാംശങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഭരണഘടനയോട് കൂറില്ലാത്ത ഒരു സംഘടനയുടെ പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന UDFന്റെ ധാർമ്മികത എന്താണ്, നൈതികത എന്താണ്? രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം രാജ്യം മുഴുവൻ സഞ്ചരിച്ചത്, പ്രചാരണം നടത്തിയത്. പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലും ഭരണഘടനയുമായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം സത്യവാചകം ചൊല്ലിയത്. അപ്പോൾ എപ്പോഴുമുള്ള ആ പോക്കറ്റ് ഹാൻഡ് ബുക്ക്, ഭരണഘടനയുടെ ചുവപ്പ് പൊതിയുള്ള ആ ഹാൻഡ് ബുക്ക്, അത് കയ്യിൽ ഉയർത്തിപ്പിടിക്കുന്നതിൽ, നെഞ്ചോട് ചേർക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞ ഭരണഘടനയോട് കൂറില്ലാത്ത ഈ സംഘടനയുടെ പിന്തുണ വേണ്ട എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ടോ എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് എന്താ? ആ സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ പറഞ്ഞതിന് ശേഷം ഇതിലേക്ക് വരാം. ഇന്ന് VD സതീശൻ പറഞ്ഞത് എന്താണ്? CPIM-ന് പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടി, മതേതര പാർട്ടി, UDF-ന് പിന്തുണ നൽകുമ്പോൾ വർഗീയ പാർട്ടി എന്നതാണ് CPIM-ന്റെ നിലപാട്. അതിന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കുന്നത് 2009 പിണറായി വിജയൻ പറഞ്ഞ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഭാഗമായ ഉമ്മൻചാണ്ടിയെ, അദ്ദേഹം അന്ന് ഭരണപക്ഷ MLA ആണ്, പറവൂരിൽ നിന്നുള്ള MLA ആണ് VD സതീശൻ. അന്ന് ഈ സത്യവാങ്മൂലം നൽകുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, KM മാണി നിയമമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭരണപക്ഷ MLA ആണ്. അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ ഈ സത്യവാങ്മൂലം കൊടുത്തതിനെക്കുറിച്ച്. ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണോ അല്ലയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി ഈ സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ചർച്ചയിൽ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി ഈ സത്യവാങ്മൂലത്തിൽ 2014 ജനുവരി 18 അബ്ദുൾ സമദ് എന്ന വ്യക്തി ഹൈക്കോടതിയിൽ നൽകിയ പൊതുതാൽപര്യ ഹർജിക്ക് മറുപടിയായി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യം എന്താണ്? ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി മേരി ജോസഫാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ടു കോർട്ട് 1957 പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളത്തിലുള്ള ഭരണഘടന പരിശോധിച്ചുറപ്പിക്കുമ്പോൾ ദൈവികമല്ലാത്ത ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിന് കീഴിൽ വഹിക്കുന്ന ഏതെങ്കിലും പ്രധാന സ്ഥാനങ്ങളോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗത്വമോ അതിന്റെ കോടതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ പറയുന്നത് ദേശവിരുദ്ധ തത്വങ്ങളാണ്. ഈ സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ പറയുന്നു, ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ജോലി നിരസിക്കാൻ അനുയായികളോട് കർശനമായി നിർദ്ദേശിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി. അതോടൊപ്പം തന്നെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ദേശവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് സംഘടനയെ നിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. നമ്മൾ 30 വർഷം പിന്നിലേക്കൊന്നും പോകേണ്ട. ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ 87 പോയിക്കൊണ്ട് CPIM-നെ ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോൾ 2014 UDF-ന്റെ കേരളത്തിലെ അവസാനത്തെ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ സത്യം പറയണമെന്നാണല്ലോ. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് അപ്പോൾ കള്ളമാണോ? അതാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ വിശദീകരിക്കേണ്ടത്. PV അൻവറും LDF-ഉം NDA-യും ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് UDF നിലമ്പൂരിൽ നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. അവരെ പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങൾ നിരോധിക്കുന്നതിനുള്ള നിയമ നടപടികൾ നടന്നു വരികയാണ്. ഇതും ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസിദ്ധീകരണങ്ങൾ നിരോധിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ദേശവിരുദ്ധ ഉള്ളടക്കം വേണം. ഇത് NDA സർക്കാരോ നരേന്ദ്രമോദിയോ അല്ല ചെയ്യുന്നത്. ഇത് കേരളത്തിലെ UDF സർക്കാർ ചെയ്ത കാര്യമാണ്. ദേശവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ അടങ്ങിയ പ്രസിദ്ധീകരണമാണ് എന്നത് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഐഡിയൽ ട്രസ്റ്റ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഐഡിയൽ ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ആഴ്ചപ്പതിപ്പിൽ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം 268 പൗരന്മാരുടെ ഇമെയിൽ ID ചോർത്തി എന്ന് പറഞ്ഞുകൊണ്ട് 2012 ജനുവരിയിൽ ഒരു കവർ സ്റ്റോറി വന്നിരുന്നു. ഇതേ തുടർന്ന് ആ ഐഡിയലിന്റെ പത്രാധിപർ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയാക്കി ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്തിട്ടുള്ളതാണ്. ഇതൊന്നും UDF-നും കോൺഗ്രസിനും അറിയില്ല എന്നതാണ് ചോദ്യം. ഒരുപാട് ചരിത്രത്തിലേക്ക് 2009 പിണറായി വിജയനെ തപ്പിപ്പോകുന്ന സമയത്ത് 2014 ഉമ്മൻചാണ്ടി കൊടുത്ത ഈ സത്യവാങ്മൂലം ഒന്ന് വായിച്ചു നോക്കാൻ UDF-ഉം കോൺഗ്രസും ശ്രമിച്ചാൽ മതി. ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻകൈയിൽ 2011 വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള സത്യവാങ്മൂലമാണിത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ അസ്തിത്വം അവർക്ക് വന്നതിന് ശേഷമുള്ള സത്യവാങ്മൂലമാണിത്. രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താനും പൊതുവിൽ ദളിത് മുസ്ലിം ഐക്യം ഇതൊക്കെയാണ് നിലപാട് എന്ന് രാഷ്ട്രീയ സ്വഭാവമായി അവർ പുറത്തു പറയുകയും എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത് എന്നത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഇവിടെ ചർച്ചയിൽ പരാമർശിച്ചു പോയല്ലോ. ഈ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പബ്ലിക് ഡൊമൈനിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് 2023 ഡിസംബറിലാണ് ഈ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ജനാധിപത്യത്തെയും ഇന്ത്യൻ കോടതികളെയും അനിസ്ലാമികം എന്ന് മുദ്ര
മുട്ടുകുത്തിയിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ കാര്യങ്ങൾ പുനർനിർവചിക്കുന്നു. അതിനുശേഷം ഭേദഗതികൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അവർ വരുത്തിയ മാറ്റം എന്താണ്? ഒഴിവാക്കാൻ വലിയ മാറ്റമൊന്നുമല്ല കേട്ടോ. ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രോഗ്രസീവായ നിലപാട് ജമാഅത്തെ ഇസ്ലാമി എടുത്തുവെന്ന് കരുതും. അങ്ങനെയാകാൻ അവർക്ക് ഒരിക്കലും പറ്റില്ല. മതരാഷ്ട്രവാദം മാത്രമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. അതവർ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ പിന്തുണ കിട്ടുമ്പോൾ രാജ്യം മുഴുവൻ ആ രീതിയിൽ പോകുന്നതിനുള്ള ഒരു തുടക്കമാണ് അവർ നിലമ്പൂരിലിടുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കണം. വിഴിഞ്ഞത്ത് മാത്രം ഉമ്മൻചാണ്ടിയെ ഓർത്താൽ പോരാ, ഉമ്മൻചാണ്ടി എടുത്ത ശക്തമായ നിലപാട് ഓർക്കണം. ഇന്നും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നിലമ്പൂരിൽ അവരിത് പോയി പറയണം. ദീനിന്റെ, അതായത് ഇസ്ലാമിന്റെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ പാലിക്കുന്നതിൽ ഒരാൾ ജാഗ്രത പാലിക്കുകയും പ്രശ്നപരിഹാരത്തിനായി അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രം കോടതികളെ സമീപിക്കുകയും വേണം. ഇതാണ് ഭേദഗതി. ഇതിലെവിടെയാണ് ഭരണഘടനാപരമായിട്ടുള്ള തത്വങ്ങളെ, ജനാധിപത്യ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മാനിക്കുന്നുവെന്ന് തിരുത്തിയിട്ടുള്ളത്? ഒരു തിരുത്തും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാറ്റം വന്നു എന്ന് ഇവിടെ അവകാശപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. CPI-ന് ഓന്തിനെ പോലെ നിറം മാറുന്ന ഇരട്ടത്താപ്പാണെന്ന് പറയുന്ന VD സതീശനാണ് ഇവിടുത്തെ യഥാർത്ഥ ഓന്ത്. അതാണ് വ്യക്തമാകുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ 2014 കൊടുത്തത് 10 വർഷം കഴിയുമ്പോഴേക്കും അത് അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് അതേക്കുറിച്ച് ഒരു പരാമർശവും ഒരിടത്തും ഉണ്ടാകുന്നില്ല. ഇടത് സർക്കാർ ഇവിടെ എന്താണ് എടുത്തിരിക്കുന്ന നിലപാടെന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അപ്പുറത്ത് NDA സർക്കാർ രാജ്യത്തെടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് പ്രഖ്യാപിത നിലപാടാണ്. അതിലവർ വെള്ളം ചേർക്കുന്നില്ല എന്നത് കണ്ടു തന്നെ പോകണം. PDP-യെ തള്ളി പറഞ്ഞിട്ടില്ല. PDP-ക്കൊപ്പമാണ്. PDP-യുടെ വോട്ട് LDF തേടും. PDP-യുടെ വോട്ട് LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂട്ടുന്നതിന് വേണം. ജയത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് നെറുകേടും ഉമ്മൻചാണ്ടി തള്ളി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ വരെ കൂടെ കൂട്ടുമെന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളതെന്ന് കോൺഗ്രസ്സുകാരൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ P. മുജീബ് റഹ്മാന്റെ വാചകങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെടുക, അതിനുവേണ്ടി ഞങ്ങൾ മാറുന്നു എന്ന് പറയുന്ന ആളുകൾ ഈ 2019 വലിയ ഭേദഗതി കൊണ്ടുവന്നെങ്കിലും അതിന്റെ രേഖ അപ്ലോഡ് ചെയ്യാനൊക്കെ 2023 ഡിസംബർ വരെ കാത്തിരുന്നത് എന്തിനാണ്? അതിൽ തന്നെ ഉണ്ടെന്നേ അവരുടെ ഇരട്ടത്താപ്പും. അതുപോലെ തന്നെ അവർ പറ്റിക്കുകയാണ്, കേരളീയ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. UDF സർക്കാർ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുകയും ദേശീയ താല്പര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് എന്ന സത്യവാങ്മൂലം കൊടുത്തത് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. പൊതുതാൽപര്യ ഹർജിയിന്മേൽ കൊടുത്ത സത്യവാങ്മൂലമാണ്. അക്കാര്യത്തെ കൊള്ളുന്നോ തള്ളുന്നോ എന്നുള്ളത് UDF വ്യക്തമാക്കണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ നേതാവ് ആരിഫ് അലിയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. 2011 തെരഞ്ഞെടുപ്പിന് മുൻപാണ്. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. അത് അന്ന് വാർത്തയായതാണ്. അതൊരു രഹസ്യ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഇതേക്കുറിച്ച് കഴിഞ്ഞ വർഷം 2024 ഇപ്പോഴത്തെ അമീർ P. മുജീബ് റഹ്മാൻ അഭിമുഖത്തിൽ പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയാണ് എന്ന രീതിയിൽ ഈ മൗദൂദിസത്തോട് വലിയ താല്പര്യമുള്ള ആളുകളൊക്കെ അത് വലിയ രീതിയിൽ അത് പ്രചരിപ്പിച്ചു. ആകെ മാറുന്നു. P. മുജീബ് റഹ്മാനും ജമാഅത്തെ ഇസ്ലാമി മൊത്തത്തിൽ അങ്ങ് മാറുന്നു. അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ജമാഅത്തെ ഇസ്ലാമി മാറുന്നു എന്നൊക്കെ പറയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചുവെങ്കിൽ ഒരു വെള്ളരിപ്രാവും ആയിട്ടില്ല എന്നത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ P. ജയരാജന്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ PDP-യെയും മദനിയെയും വിമർശിച്ചത്, മാദനിയെ വിമർശിച്ചത് MV ഗോവിന്ദൻ ഇപ്പോൾ തള്ളുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന് ഇടതുപക്ഷം ഒരുപക്ഷെ അടുത്ത ദിവസം ഒരു വിശദീകരണം നൽകുമായിരിക്കും. മാദനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സേവക സംഘം ISS 1990 രൂപീകരിച്ചത്. അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മാറ്റം, ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം ഒപ്പം ചേർക്കുമ്പോൾ, വോട്ട് തേടുമ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും അവരും വ്യക്തമാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രണ്ട് മുന്നണികളും എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്. അവരുടെ അവസരവാദ രാഷ്ട്രീയമാണ്. ഇരട്ടത്താപ്പ് തന്നെയാണ് അതിൽ കാണുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന ആളുകൾ ഇക്കാര്യത്തിൽ PDP-യുമായി നേരത്തെയും ഇടതുപക്ഷം ചേർന്ന് പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ കൂടുതൽ കടക്കാത്തത്. പക്ഷേ ഇവിടെ കോൺഗ്രസും UDF-ഉം കാണിക്കുന്നത് ജനവഞ്ചനയാണ്. തീവ്ര നിലപാടുള്ള, അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തെ മാത്രം അനുകൂലിക്കുന്ന ഒരു സംഘടനയെ കൂടെ ചേർക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ് അവരുടെ ചെയ്തികളെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുകൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നാകും. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇന്ന് നമുക്കൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം കൊടുത്ത സത്യവാങ്മൂലം അതൊക്കെ രേഖയായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ജയിക്കാനായി എന്ത് നെറുകേടും കാട്ടി ജയിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിലമ്പൂർ തീവ്രമാവുകയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി പറയണം. പറഞ്ഞു വന്നപ്പോൾ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. BJP-യുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം കൂടി ഒന്ന് സൂചിപ്പിച്ച് പോകേണ്ടതാണ്. 1978 ഭോപ്പാലിൽ RSS-ഉമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അന്ന് കൂടുതൽ മുസ്ലിങ്ങളെ BJP-യിലേക്കും RSS-ലേക്കും ചേർത്ത് തരാം, അത് BJP ഇല്ല, RSS-ലേക്ക് ചേർത്ത് തരാം എന്നുള്ളതായിരുന്നു ഒരു വാഗ്ദാനം. രണ്ടാമത്തത്, പ്രബോധനത്തിൻ്റെ 50-ാം വർഷം വരുന്ന സമയത്ത് അന്ന് ഈ പറയുന്ന ഈ സംഘപരിവാറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുന്നതും ഇതേ ജമാഅത്തയുടെ പുസ്തകത്തിലാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിരോധത്തിലാവുന്നത് നേരത്തെ സുജയ പാർവതി പറഞ്ഞ ഈ 2014
ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റുണ്ട്, അതവിടെ കിടക്കുക. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ്. ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നാക്കം പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഭരണഘടനയെ അംഗീകരിക്കാത്ത അവരുടെ സാമ്പത്തിക സോഴ്സുകൾ അന്വേഷിക്കേണ്ട ഏകദേശം 14ഓളം പുസ്തകങ്ങൾ നിരോധിക്കുന്ന ഘട്ടത്തിലാണെന്ന് പറയുന്ന, ഇപ്പോഴും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ന അബുൽ മൗദൂദിയുടെ ഈ പുസ്തകം, അബുൽ അല മൗദൂദിയുടെ പുസ്തകം ഇപ്പോഴും ലഭ്യമാണ് നമ്മുടെ ചെറിയ മാർക്കറ്റിൽ. ഈ മൗദൂദി ഇപ്പൊ ഈ പറയുന്ന സംഘടന ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണോ? ഹിന്ദു മേധാവിത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹിന്ദു മേധാവിത്വം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമി അവിടെ മുസ്ലിങ്ങളെ കൊണ്ട് ഹിന്ദു പിന്നെ RSS കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് പ്രശ്നം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ഭരണഘടനാ ഭേദഗതിയും അതുപോലെ തന്നെ ഈ നിലപാട് മാറ്റവും വരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ ഒരു ചാനൽ ഉണ്ടല്ലോ, ഒരു ന്യൂസ് ചാനൽ. ആ ന്യൂസ് ചാനലിന് സുരക്ഷാ ക്ലിയറൻസ് ഉന്നയിച്ചുകൊണ്ട് 2022 ജനുവരി 30 കേന്ദ്ര സർക്കാർ ചാനലിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം 2023 ഏപ്രിലിൽ സുപ്രീം കോടതി ചാനലിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനിടയിലാണ് ഈ ഭേദഗതിയൊക്കെ വരുന്നത്. അതായത് ഞങ്ങൾ പഴയ ഞങ്ങളല്ല, പുതിയ ഞങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഭേദഗതി അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. ആ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണത തന്നെയാണ്. ചാനൽ നിരോധനം പിൻവലിച്ചിരിക്കുന്നത് സുപ്രീം കോടതി പോയി വിശേഷ കേന്ദ്ര സർക്കാർ തോറ്റതുകൊണ്ടാണ്. അതല്ലാതെ ഇവിടുത്തെ മൗദൂദിയുടെ നിലപാട് തോൽക്കുന്നതും ചാനലുമായിട്ടൊന്നും ഒരു ബന്ധവും. ഞാൻ പറഞ്ഞത് 2023 ഈ ഭേദഗതി വന്നത്. ആ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അതേ ടൈം ഫ്രെയിമിലാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. 2014 സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടനയെ അംഗീകരിക്കാത്ത സ്ഥാപനമാണെന്ന് കേരളത്തിൽ നിയമപരമായി നിലപാടെടുത്ത ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഇത് വർഗീയ പാർട്ടി ഇവിടെ ചോദ്യത്തിന് മുന്നിൽ കിടന്നുരുളുന്നത്. തന്നെയാണ് 2010 ശേഷം ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ട്. അതാണ് അത് എങ്ങനെയാണ്? അതിന് ഇരട്ടത്താപ്പല്ലേ കോൺഗ്രസ്. ഒരു കാര്യം കൂടി പറയാം. സയ്യിദ് ഖുത്ബുദ്ദീൻ എന്ന് പറയുന്ന ഇസ്ലാമിക് ടെററിസ്റ്റിന്റെ പതാക കോഴിക്കോട് എയർപോർട്ടിൽ പാറിച്ചത് ആരാ? മാറിയ ജമാഅത്തെ ഇസ്ലാമിയുടെ കുഞ്ഞുങ്ങളാണോ? അതാ പറഞ്ഞത് സ്റ്റുഡിയോ ബഹിഷ്കരണം എന്ന് പറഞ്ഞു വരുന്നു. അതിനെയൊന്നും എതിർക്കാനായിട്ടൊന്നും ആരും തയ്യാറാകുന്നൊന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ മാറിയ ആളുകൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും. റിക്രൂട്ട് നടത്തുന്ന സമയത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള പ്രേരണ ശക്തിയായി മാറുന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ്. പക്ഷെ അത് കേന്ദ്ര റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ കാശ്മീർ വെൽഫെയർ പാർട്ടി കാശ്മീരിൽ ഇല്ല. കാശ്മീരിൽ വെൽഫെയർ പാർട്ടി രൂപീകരിക്കാത്ത എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെയും ജമാഅത്തെ ഇസ്ലാമി തന്നിട്ടുമില്ല. ഇന്ത്യയിൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും. പക്ഷേ കാശ്മീരിലില്ല. അവിടെ ജമാഅത്തെ ഇസ്ലാമി സ്വന്തം പേരിലാണ് മത്സരിക്കുന്നത്. കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയുമായി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ടെന്ന് ചോദിക്കുമ്പോഴും കിടന്നുരുളുന്നുണ്ട്. പക്ഷേ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി വളരെ തീവ്രമായ നിലപാട്, ഇവിടുത്തെ നിലപാടിനേക്കാൾ കുറച്ചുകൂടി തീവ്രമായ നിലപാട് എടുക്കുന്നതാണ്. ആ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ സ്ഥാനാർത്ഥിയുടെ പേര് സൈർ അഹമ്മദ് ഋഷി എന്നായിരുന്നു. അദ്ദേഹം മത്സരിച്ച മണ്ഡലം കുൽഗാം. കുൽഗാമിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നായിരുന്നു. അത് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ മത്സരിച്ചൊടുവിൽ ഈ തരിഗാമിയോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട് സുജയ, അതിനകത്ത് ഈ അഹമ്മദ് ഋഷി എന്ന ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ച പാർട്ടികളിൽ ഒന്നിൻ്റെ പേര് BJP എന്നായിരുന്നു. വേറൊരു കാര്യം എന്തറിയോ? ഈ ആര്യാട് ഷൗക്കത്തിന്റെ കാര്യം ഓർത്തേ എനിക്ക് വിഷമം എന്താണെന്നറിയോ? ഷൗക്കത്തിന്റെ വാക്കുണ്ട്, നമ്മൾ കോട്ട് ചെയ്ത പോലാണ്. ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും പറഞ്ഞ വാചകങ്ങൾ ഇന്നവർ പിൻവലിക്കുന്നുണ്ടോ? അതാണ് PK ഫിറോസ് പറഞ്ഞ വാചകങ്ങൾ PK ഫിറോസ് പിൻവലിക്കുന്നുണ്ടോ? ഇതൊരു വർഗീയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന PK ഫിറോസിന്റെ നിലപാട് PK ഫിറോസ് പിൻവലിക്കുന്നുണ്ടോ? ഇതിൽ ICS അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ വാക്കുകൾ പിൻവലിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ ദേശീയതയും അംഗീകരിക്കാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കോടതിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത നിലപാടിനെ കോൺഗ്രസ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ടോ? നിലവിൽ സയ്യിദ് ഖുത്ബുദ്ദീൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുടെ, ഒരു ഫണ്ടമെന്റലിസ്റ്റിന്റെ ചിത്രം ഉയർത്താൻ പ്രേരിപ്പിച്ച സംഘടനയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അല്ലെ, ആര്യാടൻ മുഹമ്മദിൻ്റെ എന്താണ് പുരോഗമന നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ യാഥാസ്ഥികരൊക്കെ പോയി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അതെ, ഇതൊക്കെ എങ്ങനെയാണ് സമസ്തയിൽ നിന്നുള്ള പ്രതികരണം വരുന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് അത്തരം പ്രതികരണങ്ങൾ കൂടി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലമ്പൂർ തീവ്രമാകുന്നോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് എന്നാണ് 4 പേരുടെയും അഭിപ്രായം.
editors.